മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഈ പ്രതാപനാണ് കണ്ണന്റെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യങ്ങൾ എല്ലാവരും തന്നെ അറിയുന്നുണ്ട്. അത് വേറെ ആരും പറഞ്ഞിട്ടല്ല, പ്രതാപൻ തന്നെ പറഞ്ഞിട്ടാണ് അറിയണത്. എന്തായാലും നമ്മളുടെ ഉണ്ണിയുടെ ദുഷ്ടത്തരത്തിന് ഈ മാർക്കോയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ണീനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, ആ ഒരു സിദ്ധിയായ അമ്മ പറയുന്നുണ്ട് ഉണ്ണി ഇങ്ങനെ സമനില തെറ്റി നടക്കുകയാണ്, അപ്പോൾ അവനെ കൈകാര്യം ചെയ്യേണ്ട അമ്മയെന്ന് വയ്ക്കുമ്പം ആ അമ്മ പറയുന്നുണ്ട് അതൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നും അവനെ പേടിപ്പിച്ച് വിട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ പ്രതാപനുണ്ടല്ലോ, അവനെയും കൊണ്ട് ഇനി ശല്യമൊന്നും ഉണ്ടാവില്ല, അവനെ കണ്ണൻ്റെ അച്ഛൻ നോക്കിക്കോളും, കണ്ണൻ്റെ അച്ഛൻ അവൻ്റെ കൂടെ തന്നെയുണ്ട്, അതുകൊണ്ട് നമ്മൾ അവൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന്. എന്തായാലും ഈ ഉണ്ണി പോയതിന് ശേഷം മാർക്കോയും ലോപ്പസും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ പാട്ടൊക്കെ പാടിക്കൊണ്ട് കിടക്കുകയാണ്. പ്രതാപൻ്റെ അമ്മ പുറത്തെന്തോ ഫുഡ് വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരിക്കലും പ്രതാപൻ ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പാട്ട് പാടിക്കൊണ്ട് കിടക്കണ കാണുമ്പം പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രതാപ, നിനക്ക് ഇതിനു മുമ്പൊന്നും ഇതുപോലത്തെ രോഗം ഉണ്ടായിരുന്നിട്ടില്ലല്ലോ, നീ എന്താ പാട്ടൊക്കെ പാടണേ, ഇതിനു മുമ്പ് ഒരിക്കലും നീ ഇങ്ങനെ പാട്ട് പാടി ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പാട്ട് പാടാറുണ്ടായിരുന്നു, നിങ്ങളത് കാണാത്തത് കൊണ്ടാണ് ഇപ്പം വിശ്വനാഥൻ വന്നതിന് ശേഷം എനിക്ക് വീണ്ടും ഈ പാട്ടൊക്കെ ഓർമ്മ വന്നത്. എന്നാലും എൻ്റെ വിശ്വനാഥൻ പാവം, അവനെ ഞാൻ തന്നെ കൊന്നല്ലോ, ഇനി ആ വാമദേവനെ ഞാൻ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഏതു നേരവും വിശ്വനാഥനെ കൊന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് ആരെങ്കിലും കേട്ടാ പിന്നെ നീ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് കുഴപ്പമില്ല അമ്മേ, ഞാൻ ജയിലിൽ കിടക്കണമെങ്കിൽ കിടക്കാം, എന്നാലും കുഴപ്പമില്ല, ആ വാമദേവനെ ഞാൻ കൊണ്ടുപോകും ജയിലിലേക്ക്, എന്നാലും എൻ്റെ പാവം വിശ്വനാഥനെ ഞാൻ തന്നെ കൊന്നൂലോ എന്ന് പറഞ്ഞിങ്ങനെ കിടന്ന് എണ്ണി പറക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഉണ്ണി നേരെ ചെല്ലുന്നത് കമലേശ്വരത്തേക്കാണ്. കമലേശ്വരത്ത് ചെല്ലുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പോയിട്ട് ഇപ്പം തന്നെ തിരിച്ചു വന്നേന്ന് ചോദിക്കുമ്പം ഇപ്പം പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, ഞാൻ പോണ വഴിക്ക് ആ മാർക്കോയെ കണ്ടിരുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അവനെയും കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ടല്ലോ, എന്നിട്ട് അവൻ നിന്നെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, അവൻ എന്താടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവനെന്നെ ഉപദ്രവിച്ചൊന്നുമില്ല, പക്ഷെ ഇന്നലെ കരുണയുടെ അച്ഛൻ കണ്ണേട്ടനെയും ആ മഹാലക്ഷ്മിയെയും കൊല്ലാനായിട്ട് ലോറി കൊണ്ട് പോയില്ലേ, ആ വിവരമൊക്കെ മാർക്കോ അറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ദുർഗയാണെങ്കിൽ ആകെ ഭയന്ന് പോകുന്നുണ്ട്, അതെങ്ങനെയാടാ അവനറിഞ്ഞേ, അവനക്ക് എന്തെങ്കിലും ദിവ്യശക്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അതാ അവനും പറഞ്ഞത്, എന്ത് ചെയ്യാനൊഴിഞ്ഞാലും അതൊക്കെ അവനക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിനുള്ള കഴിവുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പം കരുണയുടെ അച്ഛൻ ആസ്പത്രിയിലാണെന്നാണ് മാർക്കോ പറഞ്ഞത്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, എന്നിട്ട് കരുണമോള് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം അത് അവൾക്ക് നാണക്കേടായതുകൊണ്ട് അവൾ പറയാത്തതായിരിക്കും. എന്തായാലും കരുണേനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഉണ്ണി ഫോണെടുത്ത് കരുണയെ വിളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയും ലോപ്പസും കൂടി പോണ വഴിക്ക് മാർക്കോ പറയുന്നുണ്ട്, ലോപ്പസ് നീ ഇവിടെ ഇറങ്ങിക്കോ, എനിക്ക് ആ പ്രതാപനെ ഒന്ന് കാണണം. എന്തായാലും കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ ശ്രമിച്ചിട്ട് അയാളിപ്പോൾ ആസ്പത്രിയിലാണല്ലോ, ഞാനൊന്ന് അയാളെ പോയി കണ്ടിട്ട് വരാം, ഇനി അയാൾക്ക് കൊടുക്കാനുള്ളത് നേരിട്ട് തന്നെ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ വീണ്ടും വീണ്ടും ഈ വിശ്വനാഥനെ കൊന്നത് ഞാനാന്നും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു പ്രതാപ, നീ ഒന്ന് കിടന്ന് ഉറങ്ങ്, ഇങ്ങനെ കിടന്ന് പറഞ്ഞാൽ നിന്നെ ഇപ്പം തന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോകും, എന്നാലും കുഴപ്പമില്ല അമ്മേ, ഞാൻ വിശ്വനാഥനെ കൊന്നില്ലേ, വലിയ തെറ്റല്ലേ ഞാൻ ചെയ്തത്, പാവം എൻ്റെ വിശ്വനാഥൻ എന്ന് പറയണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വാതിലിൽ മുട്ടണേക്കണേ. വാതിലിൽ മുട്ടിയിട്ട് ഈ പ്രതാപൻ്റെ അമ്മ ചെന്ന് വാതിൽ തുറന്നതും കാണുന്നത് മാർക്കോയാണ്. മാർക്കോയെ കണ്ടതും അവർക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്നിട്ട് മാർക്ക് അകത്തേക്ക് കയറിയിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടടാ നിനക്കിപ്പോൾ, നീ വീണ്ടും കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ ലോറി ആയിട്ട് പോയില്ലേടാന്ന് ചോദിക്കുമ്പം അത് മാർക്കോ എനിക്കൊരു അബദ്ധം പറ്റിയതാ, എന്തായാലും നീ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അപ്പം നിന്നോട് എനിക്ക് ഒരു സത്യവും കൂടി പറയാനുണ്ട്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. കാരണം പ്രതാപൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശ്വനാഥനെ കൊന്ന കാര്യം. അങ്ങനെ എന്താണെന്ന് ചോദിക്കുമ്പം ഈ മാർക്കോയോട് പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ആ വിശ്വനാഥനെ കൊന്ന, കണ്ണനും കണ്ണൻ്റെ അച്ഛനും ബൈക്കിൽ പോണ സമയത്ത് ലോറി അവരുടെ മേലേക്ക് പായിച്ച് കയറ്റി അവരെ കൊന്നത് ഞാനാ. അത് കേട്ടതും മാർക്കോയാണെങ്കിൽ ആകെ ഞെട്ടി പോകുന്നുണ്ട്. അപ്പം എൻ്റെ സംശയം ശരിയാ, വെറുതെ അല്ല കണ്ണൻ സാറിൻ്റെ അച്ഛൻ ഇയാളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണേ, ഇപ്പം സംശയങ്ങളൊക്കെ തീർന്നു, എന്തായാലും ഇവനിനി വെറുതെ വിടാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ ദേഷ്യത്തോടു കൂടി ചെന്ന് പ്രതാപൻ്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, എന്നെ കൊല്ലല്ലേ മാർക്കോ എന്ന്. ഇതേ സമയം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഓടി ചെന്നിട്ട് മാർക്കോ മോനെ അവനൊന്നും ചെയ്യില്ലടാ, അവൻ വീണപ്പം തലയ്ക്ക് എന്തോ പ്രശ്നം പറ്റി, അങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ അവൻ പറയണത്, അല്ലാതെ അവൻ പറയണതൊന്നും സത്യമല്ല എന്ന് പറയണം. അന്നേരം പ്രതാപൻ വീണ്ടും പറയുന്നുണ്ട്,
അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ പറഞ്ഞത് സത്യ, അല്ലെങ്കിൽ നീ ആ മഹാലക്ഷ്മിയോട് ചോദിച്ചു നോക്ക്. അന്ന് എൻ്റെ കൂടെ ലോറിയിൽ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് കൊട്ടേഷൻ തന്നത് ആ വാമദേവനാണ്. അത് കേട്ടതും മാർക്കോ ഒന്നും കൂടി ഞെട്ടുന്നുണ്ട്. കാരണം മഹാലക്ഷ്മി ഇതിന് ദൃക്സാക്ഷിയാണെന്ന് കേട്ടതും മാർക്കോ ഭയങ്കരമായിട്ട് ഷോക്കായി പോകുന്നുണ്ട്. മഹാലക്ഷ്മിയിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് വീണ്ടും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മാർക്കോ മോനെ, ഞാൻ പറഞ്ഞില്ലേ അവനക്കിപ്പോൾ ഓർമ്മയും വെളിവൊന്നുമില്ല, അതുകൊണ്ട് അവനിങ്ങനെ പറയണേ. മോൻ അതൊന്നും മനസ്സിൽ വയ്ക്കണ്ട, പിന്നെ ആ കണ്ണനോടൊന്നും പറഞ്ഞേക്കല്ലേ മോനെ എന്ന് പറയുമ്പം അതൊക്കെ ഞാൻ ആലോചിക്കാം. എന്തായാലും ഇയാൾ ഈ അവസ്ഥയിൽ എത്തിയത് നന്നായി. ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും പേടിക്കാണ്ട് നടക്കാമല്ലോ എന്ന്. പിന്നീട് കാണിക്കണ നമ്മളുടെ കരുണയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. മഹാലക്ഷ്മിയെയും കണ്ണനെയും അച്ഛൻ കൊല്ലുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ അച്ഛനെയും കൊണ്ടൊന്നും നടക്കുമെന്നും തോന്നണില്ല. പിന്നെ ഉണ്ണിയേട്ടനാണെങ്കിൽ ഒരു കഴിവേട്ടവനായതുകൊണ്ട് അയാളെയും കൊണ്ടും ഒന്നും സാധിക്കില്ല. ഇനി മഹാലക്ഷ്മിയുടെയൊക്കെ മുമ്പിൽ താഴ്ന്ന് ജീവിക്കേണ്ട അവസ്ഥയാണല്ലോ എനിക്കെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് കരുണയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. വേഗം തന്നെ ഫോൺ എടുത്തതും ഉണ്ണിയേട്ടനാണല്ലോ. ഇയാൾ എന്തിനാ ഇപ്പം എന്നെ വിളിക്കണേ എന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് കരുണ ഫോൺ എടുക്കുന്നുണ്ട്. കരുണ ഫോൺ എടുത്തതും ഉണ്ണി ചോദിക്കുന്നുണ്ട്, കരുണ നിൻ്റെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ്? നിൻ്റെ അച്ഛൻ ആസ്പത്രിയിലാണെന്ന് പറഞ്ഞില്ല, നേരാണോ എന്ന് ചോദിക്കുമ്പം ഈ കരുണയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ആരാ ഉണ്ണിയേട്ട ഇത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ മാർക്കോയാ പറഞ്ഞ നിൻ്റെ അച്ഛൻ മഹാലക്ഷ്മിനെയും കണ്ണനെയും കൊല്ലാൻ പോയ വിവരവും മാർക്കോ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിൻ്റെ അച്ഛന് മാർക്കോയുടെ ഇന്ന് നല്ലത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ പുറത്തേക്ക് പോയ സമയത്ത് അവനെന്നെ തടഞ്ഞു നിർത്തി, അവനെന്നെ തല്ലിയില്ലാന്നുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവനെന്നെ ഭീഷണിപ്പെടുത്തി. പിന്നെ നിൻ്റെ അച്ഛൻ ഇന്നലെ ലോറിയായിട്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ പോയ കാര്യവും അയാൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി നിൻ്റെ അച്ഛൻ എന്തെങ്കിലും ദ്രോഹം കണ്ണേട്ടനെയോ മഹാലക്ഷ്മിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി കിട്ടുന്നത് എനിക്കും നിനക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കേട്ടതും കരുണയ്ക്കും പേടിയാവുന്നുണ്ട്. പിന്നീട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ എന്താ പറ്റിയ? വണ്ടി ഇടിപ്പിക്കാൻ പോയിട്ട് നിൻ്റെ അച്ഛൻ തന്നെയാണോ വണ്ടി ഇടിച്ച് മറിഞ്ഞതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല ഉണ്ണിയേട്ടാ, അച്ഛനിപ്പോൾ ആസ്പത്രിയിലാണ്. എന്നിട്ട് നീ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ്റെ 2 കാലും ഒടിഞ്ഞിട്ടുണ്ട്, എന്തായാലും അച്ഛനിപ്പോൾ നോർമലായ അവസ്ഥയല്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയേട്ടനോട് പറയാണ്ടിരുന്നതെന്ന് പറയുമ്പം അപ്പം നിൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനമായി, ഇനി അയാളെയും കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ആ സമയം കരുണയാണെങ്കിൽ ആകെ ദേഷ്യത്തോടുകൂടി ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, മഹാലക്ഷ്മി എന്തുകൊണ്ടാണ് ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത്? കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നതും കണ്ണൻ സാറിനെ വീൽ ചെയറിലാക്കിയതും പ്രതാപനാണ് മഹാലക്ഷ്മിക്ക് അറിയായിരുന്നു. എന്നിട്ടും മഹാലക്ഷ്മി ഇത് മറച്ചു വെച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എന്തായാലും ഈ വിവരം കണ്ണൻ സാറിനോട് പറയണതിന് മുമ്പ് മഹാലക്ഷ്മിയോട് തന്നെ ചോദിക്കാം, പ്രതാപം പറയണത് സത്യമാണോ എന്ന് അറിയാലോ, അതോ ഇനിയിപ്പോൾ അയാൾക്ക് ആക്സിഡൻറ്റിൽ തലയ്ക്ക് വെളിവില്ലാണ്ടായി അയാൾ ഓരോന്ന് വിളിച്ചു പറയണതാണോ എന്ന് അറിയാതെ കണ്ണൻ സാറിനോട് പറയണത് എങ്ങനെയാണ്? എന്തായാലും മഹാലക്ഷ്മിക്കൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് മാർക്കോ ഫോൺ എടുത്ത് മഹാലക്ഷ്മിക്ക് വിളിക്കുന്നുണ്ട്. ഇതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ ഓഫീസിലിരിക്കുന്ന സമയത്താണ് മാർക്കോയുടെ കോൾ വരുന്നത്. ഫോൺ എടുത്തതും എന്താ മാർക്കോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ഇപ്പോൾ തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാർക്കോ, അത്ര തിരക്കൊന്നുമില്ല, എനിക്ക് മഹാലക്ഷ്മിനെ ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, മാർക്കോ ഒന്ന് ഓഫീസിലേക്ക് വാ, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം അത് പറ്റില്ല, നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം, എനിക്കൊരു അത്യാവശ്യ കാര്യം മഹാലക്ഷ്മിയായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യം മാർക്കോ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ നേരിട്ട് പറയാം, ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവില്ല, മഹാലക്ഷ്മി പെട്ടെന്നൊന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിക്കുന്നു. അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മാർക്കോ എവിടെയാണ്? സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അങ്ങനെ മാർക്കോയാണ് ഈ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാനൊന്ന് പുറത്ത് വരെ പോയിട്ട് വരാൻ കണ്ണേട്ടാ, എന്താണോ അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ ആവശ്യമുണ്ട്, പോയിട്ട് ഞാൻ ഇപ്പം തന്നെ വരാം, തിരിച്ചു വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി കാറിൽ കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിനെയും കരുണേനെയാണ്. മോഹിനിയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, മോളെ ശരിക്കും പ്രതാപേട്ടന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല അമ്മേ, പ്രതാപേട്ടൻ ഇന്നലെ എവിടെ പോയതായിരുന്നു, എങ്ങനെയാണ് അപകടം പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, എന്തായാലും അച്ഛന് ഇപ്പോൾ ആസ്പത്രിയിലുണ്ട്, അച്ഛൻ പക്ഷേ പരസ്പര ബന്ധമില്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, കഴിഞ്ഞ പോയ കാര്യങ്ങളെല്ലാം അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പം അത് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്ന കാര്യമൊക്കെ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അത് കേട്ടതും മോഹിനിയാണെങ്കിൽ ഇങ്ങനെ ആകെ അത്ഭുതത്തോടുകൂടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ എന്താ പറഞ്ഞ, കണ്ണൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപേട്ടനാണെന്ന് പ്രതാപേട്ടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാതെ അച്ഛനാണെന്നും പറഞ്ഞാൽ അച്ഛൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടുത്തെ ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ അച്ഛൻ അത് പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, അതാ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവനക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയണേ. ഇപ്പം മോൾക്കത് മനസ്സിലായില്ലേ, അതുകൊണ്ടാണ് ഞാൻ മോളോട് എപ്പോഴും പറയണേ ലക്ഷ്മി മോളുമായിട്ട് സ്നേഹത്തിൽ പോകുന്നു, അപ്പം മോൾക്കൊന്നും അത് അനുസരിക്കാൻ പറ്റില്ലല്ലോ, ഇനി വരുന്നതെല്ലാം മോൾ അനുഭവിച്ചോന്ന്.
ആ സമയത്ത് കരുണയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ഇങ്ങനെ കാറിൽ വരുന്ന സമയത്ത് മാർക്കോയെ കണ്ടിട്ട് കാറ് നിർത്തി മാർക്കോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ മാർക്കോ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞ് എന്താണെന്ന് ചോദിക്കുമ്പം അത് മഹാലക്ഷ്മി ഞാനൊരു കാര്യം അറിഞ്ഞു, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഹാലക്ഷ്മിയെ കാണണമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പം എന്ത് കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പം അത് വേറൊന്നുമല്ല, ഇന്ന് കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണോ എന്ന്. അത് കേട്ടതും മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് മാർക്കോയോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല പ്രതാപൻ തന്നെ പറഞ്ഞതെന്ന് പറയുന്നു. അത് കേട്ടതും മഹാലക്ഷ്മിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാതായി. മഹാലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.